ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ജർമ്മൻ തീമിലുള്ള പിള്ളേരുടെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് പ്രെറ്റ്സലാണ് തയ്യാറാക്കാൻ പോകുന്നതിനായിട്ട് ഒരു 1/2 കപ്പ് ലൂക്ക്വാം പാലിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്ത് സ്വല്പം പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് പ്രൂഫ് ചെയ്യാൻ. 2 കപ്പ് മാവ് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ കുറച്ച് മെൽറ്റഡ് ബട്ടർ അഥവാ ഓയിൽ ഒഴിക്കുക, ഒരു 1.5-2 ടീസ്പൂൺ. പിന്നെ സ്വല്പം ഉപ്പ്, പാൽപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫെർമെൻ്റായ ഈസ്റ്റിൻ്റെ പാൽ ഇതിലോട്ടൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെപ്പോഴും ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കുഴച്ചെടുക്കാൻ എളുപ്പമാണ്. നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കുഴച്ച് വെക്കുക. 1 മണിക്കൂറിന് പ്രൂഫ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ദാ 1 മണിക്കൂർ കഴിഞ്ഞു, ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലിംഗ് റാപ്പ് മാറ്റാം. എന്നിട്ട് ആ എയർ ഒന്ന് പഞ്ച് ഔട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഡോ ഇത്ര സോഫ്റ്റ് ആയിരിക്കണേ. ഇനി നമുക്കൊരു റോളിംഗ് ബോർഡിൽ സ്വല്പം മൈദമാവ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മാവൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് നമുക്കിത് ഈക്വൽ ഇതായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്തിട്ട് ഓരോ പീസും ഈക്വലായിട്ട് എടുത്ത കേട്ടോ. നിങ്ങൾക്ക് മെഷറിങ് വെയിങ് സ്കെയിൽ, കിച്ചൺ സ്കെയിൽ ഇല്ലെങ്കിൽ സാരമില്ല. ഒരു ഊവത്തിനെങ്കിലും ഏകദേശം ഒരേ അളവിൽ ഒന്ന് മാവ് എടുക്കണേ. അപ്പോഴാണ് പ്രെറ്റ്സൽസ് എല്ലാം ഏകദേശം ഒരു സെയിം സൈസിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ സമയം കൊണ്ട് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണേ. അതുപോലെ തന്നെ ഒരു വലിയൊരു പാൻ എടുത്ത് അതിലൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കണേ. എന്നിട്ടൊരു ട്രേയും കൂടെ ബേക്കിംഗ് പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് വെച്ച ഡോയിൽ ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് നീട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ലോഗ് ഷേപ്പിൽ റോൾ ചെയ്ത് നീട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ല നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോലെ ഷേപ്പ് ചെയ്യണം. ആദ്യം യു ഷേപ്പിൽ കൊണ്ടുവന്ന് ഒരു ലൂപ്പ് പോലെ വെച്ച് പിന്നെ ഒരു ലൂപ്പും കൂടെ വെക്കുക. എന്നിട്ട് ആ 2 അറ്റം ഉണ്ടല്ലോ, അതിൻ്റെ 2 അറ്റം താഴോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. ഏകദേശം ഒരു ലിറ്റിൽ ഹാർട്ട് കുക്കിയുടെ ഷേപ്പ് പോലെ, ഒരു ഹാർട്ട് ഷേപ്പ് പോലെ. അപ്പം ഇങ്ങനെ ആ പ്രെറ്റ്സൽസിൻ്റെ ഷേപ്പ് ഉണ്ടാവുന്നത്. അപ്പം നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്ത് ട്രേയിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അടുത്ത അതുപോലെ തന്നെ ചെയ്യുക. ബാക്കിയുള്ള ഡോ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്യാൻ എളുപ്പം. ആദ്യം ഒന്ന് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ പിന്നെ ഈസിയാണ് കേട്ടോ ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഓവൻ്റെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞില്ല, 220-ലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 220. ഇപ്പോൾ ഞാൻ പറഞ്ഞ വെള്ളം നല്ല ചൂടായി. ഞാനിതിൽ ഒരു 4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴാണ് ബേക്കിംഗ് സോഡ ഇടേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് ഓരോ പ്രെറ്റ്സൽസ് ഒരു 30 സെക്കൻഡോളം നമുക്കിതിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടൈം തെറ്റിപ്പോവും. കാരണം 30 സെക്കൻഡേ ഇതിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതിൽ കൂടുതലാവരുത്. അപ്പം നമുക്ക് ഇതൊരു 30 സെക്കൻഡ് കഴിഞ്ഞ് എടുക്കാം. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടല്ലോ, ബേക്കിംഗ് പേപ്പറിൽ ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ. ഇല്ല കേട്ടോ, കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടാണ് വരിക, ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പ്രെറ്റ്സൽസിൻ്റെ ഡോവും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ട്രേ വയ്ക്കുക. എന്നിട്ട് എഗ് വാഷ് ചെയ്യുക. ഒരു ബീറ്റൺ എഗ്ഗ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ചിട്ട് വേണം ബേക്കിംഗ് സോഡ ഇടാൻ. 4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്. ഇട്ട ഉടനെ തന്നെ അതിങ്ങനെ ബോയിലായി വരുമ്പം അതിലേക്കാണ് നമ്മൾ ഇതിട്ട് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് ഏറ്റവും ടോപ്പ് റാക്കി വെച്ച് 220 ഡിഗ്രിയിൽ നമുക്കൊരു 12 മിനിറ്റ്സ് മാത്രം ബേക്ക് ചെയ്താൽ മതി. 12 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ പ്രെറ്റ്സൽസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് കൂൾ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ജർമ്മൻ തീമിൽ ആദ്യത്തെ ഡിഷ് റെഡിയായി, പ്രെറ്റ്സൽസ്. ഇനി ഡച്ച് ബേബി പാൻ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 മുട്ട ഒഴിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള. പിന്നെ 1/2 കപ്പ് പാല്, സ്വല്പം വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 1/2 കപ്പ് മാവ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ബട്ടർ നന്നായി
സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ടോപ്പ് റാക്കി വെച്ച് 210 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നന്നായി പൊങ്ങി വരുവേ. എന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ അതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ചുങ്ങി വരും. കണ്ടോ, ഇതുപോലാവും. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് സിറപ്പ് ഡ്രിസിൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. ഇതാണ് ഡച്ച് ബേബി പാൻ കേക്ക്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കൊരു പൊട്ടാറ്റോ സാലഡാണ്. അതിനായിട്ട് പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് ഇതുപോലെ ചോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത വെള്ളം എടുത്തത് അതിലേക്ക് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് കൊടുത്ത് സ്വല്പം പെപ്പറും സോൾട്ടും ഇട്ട് കൊടുത്ത് വിനീഗറും കൂടെ സ്വല്പം ഒഴിച്ച് കൊടുത്ത് വൈറ്റ് വിനീഗർ ബോയിൽ ചെയ്യുക. നന്നായി തിളച്ച് വന്ന ശേഷം ഓഫ് ചെയ്ത് നമ്മുടെ ആ പൊട്ടാറ്റോ പീസസിലേക്ക് ഇത് ഒഴിച്ച് 1 മണിക്കൂറിന് അടച്ച് വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ചോപ്പ് ചെയ്ത പാർസ്ലിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ജർമ്മൻ ക്ലാസിക് പൊട്ടാറ്റോ സാലഡ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് മക്കൾക്ക് ജർമ്മൻ തീം ടിഫിനിൽ സ്കൂള് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പ്രെറ്റ്സൽസ്, ഡച്ച് ബേബി പാൻ കേക്ക്, പൊട്ടാറ്റോ സാലഡ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.